Indo Chinese style nalla sweet and spicy sauce il cook cheyyunnana drums of heaven. Appo innathe video il nan share cheyyunnathu drums of heaven recipe aanu. Nan Mahimasimon, welcome to Mahimas cooking class. Appo drums of heaven undakkanayittu namukku vendathu chicken lollipop aanu. Chicken lollipop nammal edukkunna chicken wings innanu. ഒരു കോഴിയിൽ നിന്ന് നമുക്കൊരു 4 ചിക്കൻ ലോലിപോപ്പ് കിട്ടും. അപ്പം അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് വാങ്ങിക്കാൻ കിട്ടും, ഷോപ്സുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഒരു 300 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം 1 ടീസ്പൂൺ വിനീഗർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ, ലൈറ്റ് സോയ സോസ് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ വിനീഗർ ഉപയോഗിച്ചു. വിനീഗറിന് പകരം നിങ്ങൾക്ക് ലൈം ജ്യൂസ് ചേർത്താലും മതി. ഈ മാരിനേഡ് എല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം ഇത് കവർ ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ മിനിമം മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. നമ്മൾ 1/2 മണിക്കൂറോളം വെച്ചേക്കായിരുന്നു. ഇനി നമുക്കതെടുത്ത് സെക്കൻഡ് മാരിനേഷൻ കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബൗൾ ചെറുതായതുകൊണ്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് എടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ തന്നെ മൈദ, ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, വളരെ കുറച്ച് 1/8 ടീസ്പൂൺ സോൾട്ട്, ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ചിക്കനിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് കഴിക്കാം. എഗ് വൈറ്റ് തന്നെ ഇടാം, ഹോൾ എഗ് ആയിട്ട് ഇടാം. അടുത്തായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈയിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലൊക്കെ ഉപയോഗിക്കാം. എണ്ണ ഇവിടെ ചൂടാകുമ്പോൾ ഓരോ ലോലിപോപ്പും ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ എപ്പോഴും മിക്സ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ട് ആ ഷേപ്പ് ചെയ്തിട്ട് ബോണ്ട് അവിടെ നിന്ന് ബാക്കിലേക്ക് ഒന്ന് പുള്ള് ചെയ്ത ശേഷം വേണം ഇടാൻ. ആ ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി ഇടുക. ഒത്തിരി ക്രൗഡ് ചെയ്യാതെ ഇടുക. ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്കിത് എടുക്കാം. ഏകദേശം ഒരു 3 to 4 minutes ആണ് എനിക്കിപ്പോൾ എടുത്തേക്കുന്നത് ടൈം. ഈ ഒരു സ്റ്റേജിൽ തന്നെ കഴിക്കാൻ നല്ലതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബാച്ചും ഫ്രൈഡായി. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക, അകത്തോട്ട് വേവാണ്ട് വരും.
നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു സോസ് ഉണ്ടാക്കണം. ആ സോസിലിട്ട് നമ്മൾ ചിക്കനെ കോട്ട് ചെയ്തെടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, ഞാൻ ഇച്ചിരി ബട്ടറും കൂടെ ഇടാറുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ബട്ടർ. ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. 2 ടീസ്പൂൺ ചോപ്ഡ് ഗാർലിക് ഇട്ടു. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ നിറച്ച് ജിഞ്ചർ. ഇത് കളർ മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഇച്ചിരി സവോളയും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മതിയാവും. സവോളയും ബ്രൗണിങ് ആവശ്യമില്ല, ജസ്റ്റ് അതൊരു സോഫ്റ്റ് ആയ മാത്രം മതി. ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷൻ, നമ്മൾ സ്പ്രിംഗ് അണിയൻ്റെ അടിയിലുള്ള ഭാഗം കുറച്ച് ചേർക്കാം. വളരെ കുറച്ച്, മേ ബി 2 ടീസ്പൂണൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ചേർക്കാം. നമുക്ക് സോസിന് നല്ലൊരു കളർ കിട്ടും, പിന്നെ നല്ലൊരു സ്പൈസിൻ്റെ ഒരു ചെറിയ കിക്ക് കൂടെ കിട്ടും. ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ. ഈ സോസുകളെല്ലാം ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1.5 ടേബിൾ സ്പൂൺ, സോയ സോസ് ആണ് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സോൾട്ട് എപ്പോഴും ചെക്ക് ചെയ്തിട്ടില്ല, ബിക്കോസ് നമ്മൾ ഉപയോഗിക്കുന്ന സോസുകളുടെ ഉപ്പിൻ്റെ അളവനുസരിച്ച് ഉപ്പിൻ്റെ ഇത് വ്യത്യാസം വരും. അതിനകത്തേക്ക് വിനീഗർ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കാം. ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഷുഗർ ചേർക്കണം. 2 ടീസ്പൂൺ ഷുഗർ. ഞാൻ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത്, നോർമൽ ഷുഗർ ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് കോൺഫ്ലവർ സ്ലറി ഉണ്ടാക്കണം. കോൺഫ്ലവർ സ്ലറി എന്ന് പറഞ്ഞാൽ കോൺഫ്ലവറും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കണം. ഞാൻ 3/4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തു. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ചേർക്കുമ്പം ഈ സോസ് തിക്കാവും, കൂടാതെ നല്ലൊരു ഗ്ലോസി ടെക്സ്ചറും കിട്ടും. ഇനി ചിക്കൻ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ ചിക്കൻ ആ സോസിലേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ സോസസ് എല്ലാം നന്നായിട്ട് കോട്ടഡായി നല്ലൊരു മണമാണ്. ചിക്കൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇനിയും ഇതിന് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ടും ഒരു എക്സ്ട്രാ കളറിനും പിന്നെ ഒരു നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ബൈറ്റ് കിട്ടാനും കൂടി നമുക്ക് ഇച്ചിരി സ്പ്രിംഗ് അണിയൻ ചേർക്കണം. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഡ്രംസ് ഓഫ് ഹെവൻ നല്ല സ്വീറ്റാണ്, സ്പൈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നമുക്ക് ഷോർട്ട് ഈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.